കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ പാലക്കാട്ടേക്കാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിരൽത്തുമ്പിൽ നിന്ന് വഴുതിപ്പോയ ആ വിജയം ഇത്തവണ പിടിച്ചെടുക്കാൻ BJP ഒരുങ്ങുന്നത് വമ്പൻ നീക്കങ്ങളുമായിട്ടാണ്. ഇക്കുറി പാലക്കാട് കാവ്യണിയുമോ? എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ BJP കരുതി വെച്ചിരിക്കുന്ന സർപ്രൈസ് കാർഡ് നടൻ ഉണ്ണി മുകുന്ദനാണോ? പാലക്കാടിന്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം പിറക്കാൻ പോവുകയാണോ? പരിശോധിക്കാം. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPക്ക് നിയമസഭയിലേക്ക് നടന്ന കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. 2021 ഇ ശ്രീധരൻ എന്ന മെട്രോമാനെ ഇറക്കി കോൺഗ്രസിന് വിറപ്പിച്ച മണ്ഡലമാണിത്. വെറും 3859 വോട്ടുകൾക്കാണ് വിജയം കൈവിട്ടത്. ഇത്തവണ പഴുതടച്ച നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന BJP നേതൃത്വം മണ്ഡലത്തിൽ വിജയസാധ്യത പഠിക്കാൻ ഒരു പ്രത്യേക ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഉയർന്നു കേൾക്കുന്ന ഒരേയൊരു പേര് ഉണ്ണി മുകുന്ദൻ എന്നാണ്. എന്തുകൊണ്ടാണ് BJP ഉണ്ണി മുകുന്ദനിൽ ഇത്രയേറെ പ്രതീക്ഷ വെക്കുന്നത്? ഉണ്ണി മുകുന്ദൻ കേവലം ഒരു നടൻ മാത്രമല്ല, വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള വ്യക്തി കൂടിയാണ്. ശബരിമല വിഷയത്തിലായാലും സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകളിലായാലും തന്റെ നിലപാട് വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹം മടിച്ചിട്ടില്ല. മുൻപ് ഗണപതി മിത്താണെന്ന AN ഷംസീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട് വിനായക ചതുർത്ഥി വേദിയിൽ ഉണ്ണി മുകുന്ദൻ നടത്തിയ ആഞ്ഞടിക്കൽ ഇന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാണ്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക്കായ മാവന്തയിൽ നായകനാകുന്നത് ഉണ്ണിയാണ്. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സാഹചര്യം പാലക്കാട്ടെ വോട്ടർമാരിലേക്ക് ഉണ്ണി മുകുന്ദനെ കൂടുതൽ അടുപ്പിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. യുവതലമുറയ്ക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം വോട്ടായി മാറുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മറുഭാഗത്ത് കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലുമാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളും കേസുകളും കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുലിനെ വീണ്ടും മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു. ഷാഫി പറമ്പിലിനെ വീണ്ടും കൊണ്ടുവരണമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഉണ്ണി മുകുന്ദനെ പോലെ ഒരു ജനകീയ മുഖത്തെ നേരിടാൻ ഷാഫിക്ക് പോലും ഇത്തവണ വിയർപ്പൊടുക്കേണ്ടി വരും. ഗ്രൂപ്പ് വഴക്കുകളും അഴിമതി ആരോപണങ്ങളും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം തകർത്തിരിക്കുകയാണ്. BJPയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ K സുരേന്ദ്രന്റെ പേരും സജീവമായി ചർച്ചയിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേര് ആദ്യം വന്നുവെങ്കിലും പാലക്കാട്ടേക്കില്ലെന്ന നിലപാടിലാണവർ. പാർട്ടിയിൽ ഉൾപ്പോരുകൾ ഭയന്നാണ് ശോഭ പിന്മാറുന്നതെന്നാണ് സൂചന. ഇതോടെ വിവാദങ്ങളില്ലാത്ത എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മുഖം എന്ന നിലയിൽ ഉണ്ണി മുകുന്ദനെ നറുക്കു വീഴാൻ സാധ്യതയാണ്. BJP ഇത്തവണ ഉണ്ണി മുകുന്ദനെ തന്നെ കേരളത്തിൽ ഇറക്കിയാൽ പാലക്കാട് കേരളത്തിൽ അടുത്ത താമര വിരിയുന്ന മണ്ഡലമായി മാറുമെന്നതിൽ സംശയമില്ല. സിനിമയിലെ ആക്ഷൻ ഹീറോ രാഷ്ട്രീയത്തിലെ കരുത്തനായി പാലക്കാട് പിടിച്ചടക്കുമോ? കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ണി മുകുന്ദൻ പാലക്കാട് മത്സരിക്കണോ? BJPയുടെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും.